സുഹൃത്തുക്കളെ, നമ്മളിന്നൊരു കറണ്ട് അഫെയർ വീഡിയോ ആണ് ചെയ്യുന്നത്. LDC LGS എക്സാമുകൾ ഓറിയൻറ്റഡ് ആയിട്ടാണ് ഈ ഒരു ചോദ്യം നമ്മൾ തയ്യാറാക്കിയിട്ടുള്ളത്. നമ്മൾ റെഫർ ചെയ്ത സമയത്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് തോന്നിയ 15 ചോദ്യങ്ങളാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് കാണുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് ഓരോരോ ചോദ്യങ്ങളായിട്ട് നോക്കാം. ഒന്നാമത്തെ ചോദ്യം: ലോകസഭയിൽ എത്രാം തവണയാണ് രാഹുൽ ഗാന്ധി പ്രതിപക്ഷ നേതാവായത്? ലോകസഭയിൽ എത്രാം തവണയാണ് രാഹുൽ ഗാന്ധി പ്രതിപക്ഷ നേതാവായത്? ആദ്യ തവണയാണ് ലോകസഭയിൽ രാഹുൽ ഗാന്ധി പ്രതിപക്ഷ നേതാവായത്. രണ്ടാമത്തെ ചോദ്യം: നിലവിലെ സംസ്ഥാന മന്ത്രിസഭയിൽ ഏറ്റവും ഒടുവിൽ അംഗമായ മന്ത്രി ആരാണ്? നിലവിലെ സംസ്ഥാന മന്ത്രിസഭയിലെ ഏറ്റവും ഒടുവിൽ അംഗമായ മന്ത്രി OR കേളുവാണ്. OR കേളുവാണ് നിലവിലെ സംസ്ഥാന മന്ത്രിസഭയിലെ ഏറ്റവും ഒടുവിൽ അംഗമായ മന്ത്രി. മൂന്നാമത്തെ ചോദ്യം: 2024 ചമ്പക്കുളം മൂലം വള്ളംകളിയിലെ രാജപ്രമുഖൻ ട്രോഫി നേടിയത്? ആയാപ്പറമ്പ് വലിയ ദിവാഞ്ചി വള്ളമാണ്. 2024 ചമ്പക്കുളം മൂലം വള്ളംകളിയിലെ രാജപ്രമുഖൻ ട്രോഫി നേടിയ വള്ളത്തിൻ്റെ പേര് ആയാപ്പറമ്പ് വലിയ ദിവാഞ്ചി എന്നാണ്. ആയാപ്പറമ്പ് വലിയ ദിവാഞ്ചി. നാലാമത്തെ ചോദ്യം: ഹാരി പോട്ടറിനെ ആദ്യം അവതരിപ്പിച്ച സീരീസിലെ ആദ്യ പുസ്തകത്തിൻ്റെ കവർ ചിത്രം അടുത്തിടെ ന്യൂയോർക്കിൽ ലേലത്തിന് വെച്ചു. ഏത് പുസ്തകമാണിത്? അതായത് ഹാരി പോട്ടറിനെ ആദ്യം അവതരിപ്പിച്ച സീരീസിലെ ആദ്യ പുസ്തകത്തിൻ്റെ കവർ ചിത്രം അടുത്തിടെ ന്യൂയോർക്കിൽ ലേലത്തിന് വെച്ചു. ഏത് പുസ്തകമാണ്? ഈ പുസ്തകത്തിൻ്റെ പേരെന്താണ്? ഉത്തരം ഫിലോസഫേഴ്സ് സ്റ്റോൺ ആണ്. ഫിലോസഫേഴ്സ് സ്റ്റോൺ ആണ് ഹാരി പോട്ടറിനെ ആദ്യം അവതരിപ്പിച്ച ആ സീരീസിലുള്ള പുസ്തകത്തിൻ്റെ പേര്. ആ പുസ്തകത്തിൻ്റെ കവർ പേജാണ് ന്യൂയോർക്കിൽ ലേലത്തിന് വെച്ചിട്ടുള്ളത്. അഞ്ചാമത്തെ ചോദ്യം: യുനെസ്കോയുടെ സാഹിത്യ നഗര പദവി ലഭിച്ച എത്രാമത്തെ നഗരമാണ് കോഴിക്കോട്? യുനെസ്കോയുടെ സാഹിത്യ നഗര പദവി ലഭിച്ച എത്രാമത്തെ നഗരമാണ് കോഴിക്കോട്? ഉത്തരം ആദ്യത്തെ നഗരമാണ്. യുനെസ്കോയുടെ സാഹിത്യ നഗര പദവി ലഭിച്ച ആദ്യത്തെ നഗരമാണ് കോഴിക്കോട്. ആറാമത്തെ ചോദ്യം: നീറ്റ്, UG, UGC, നെറ്റ് തുടങ്ങിയ പരീക്ഷകളുടെ നടത്തിപ്പിൽ ദേശീയ പരീക്ഷാ ഏജൻസി അതായത് NTA സംഭവിച്ച വീഴ്ചകൾ അന്വേഷിക്കുന്ന 7 അംഗ ഉന്നതതല സമിതിയുടെ മലയാളിയായ അധ്യക്ഷൻ ആരാണ്? ഉത്തരം ഡോക്ടർ K രാധാകൃഷ്ണനാണ്. നീറ്റ്, UG, UGC, നെറ്റ് തുടങ്ങിയ പരീക്ഷകളുടെ നടത്തിപ്പിൽ ദേശീയ പരീക്ഷാ ഏജൻസിയായ NTA സംഭവിച്ച വീഴ്ചകൾ അന്വേഷിക്കുന്ന 7 അംഗ സംഘത്തിലെ മലയാളിയായ അധ്യക്ഷനാണ് ഡോക്ടർ K രാധാകൃഷ്ണൻ. ഏഴാമത്തെ ചോദ്യം: ക്രിക്കറ്റ് മത്സരങ്ങളുടെ പ്രശസ്തമായ ഡക്ക് വർത്ത് ലൂയിസ് ടേൺ നിയമത്തിൻ്റെ സ്രഷ്ടാക്കളിൽ ഒരാൾ അടുത്തിടെ അന്തരിച്ചു. അയാളുടെ പേരെന്താണ്? ഫ്രാങ്ക് ഡക്ക് വർത്താണ്. 84 വയസ്സായിരുന്നു അദ്ദേഹത്തിന്. അതായത് ക്രിക്കറ്റ് മത്സരങ്ങളുടെ പ്രശസ്തമായ ഡക്ക് വർത്ത് ലൂയിസ് ടേൺ, അതായത് DLS എന്ന് പറയും. ഈ നിയമത്തിൻ്റെ സ്രഷ്ടാക്കളിൽ ഒരാൾ അടുത്തിടെ അന്തരിച്ചു. അദ്ദേഹത്തിൻ്റെ പേര് ഫ്രാങ്ക് ഡക്ക് വർത്ത് എന്നാണ്. അദ്ദേഹത്തിൻ്റെ വയസ്സ് 84 വയസ്സായിരുന്നു. എട്ടാമത്തെ ചോദ്യം: ബ്രിട്ടീഷ് ബാലനായ ഓറൻ നോൾസൺ 13 വയസ്സ് അടുത്തിടെ ശ്രദ്ധ നേടിയത് എങ്ങനെയാണ്? ബ്രിട്ടീഷ് ബാലനായ ഓറൻ നോൾസൺ 13 വയസ്സുള്ള കുട്ടിയാണ്. അടുത്തിടെ ശ്രദ്ധ നേടിയത് എങ്ങനെയാണ്? അപസ്മാരം നിയന്ത്രിക്കാൻ മസ്തിഷ്കത്തിൽ ചിപ്പ് ഘടിപ്പിക്കുന്ന ആദ്യ വ്യക്തി എന്ന നിലയിലാണ് ആ കുട്ടി അറിയപ്പെട്ടത്. അപസ്മാരം നിയന്ത്രിക്കാൻ മസ്തിഷ്കത്തിൽ ചിപ്പ് ഘടിപ്പിക്കുന്ന ആദ്യത്തെ വ്യക്തി എന്ന പേരിലാണ് ഈ ഓറൻ നോൾസൺ എന്ന് പറയുന്ന കുട്ടി, ബ്രിട്ടീഷ് ബാലനായ കുട്ടി, ശ്രദ്ധ നേടിയത്. ഒമ്പതാമത്തെ ചോദ്യം: ചന്ദ്രൻ്റെ ദക്ഷിണ ധ്രുവത്തിൽ നിന്ന് പാറക്കല്ലും പൊടിയുമായി ഭൂമിയിൽ മടങ്ങിയെത്തിയ ചൈനയുടെ പേടകം ഏതാണ്? ചന്ദ്രൻ്റെ ദക്ഷിണ ധ്രുവത്തിൽ നിന്ന് പാറക്കല്ലും പൊടിയുമായി ഭൂമിയിൽ മടങ്ങിയെത്തിയ ചൈനയുടെ പേടകത്തിൻ്റെ പേരെന്താണ്? ചാങ് E6 ആണ്. ചാങ് E6. ചന്ദ്രൻ്റെ ദക്ഷിണ ധ്രുവത്തിൽ നിന്ന് പാറക്കല്ലും പൊടിയുമായിട്ട് ഭൂമിയിൽ മടങ്ങിയെത്തിയ ചൈനയുടെ പേടകമാണ് ചാങ് E6. പത്താമത്തെ ചോദ്യം: US-ഉമായുള്ള കുറ്റസമ്മത കരാറിൻ്റെ അടിസ്ഥാനത്തിൽ വിക്കിലീക്സ് സ്ഥാപകൻ ജൂലിയൻ അസാങ് 52 വയസ്സ് ജയിൽ മോചിതനായി. ഏത് കേസിലാണ് അദ്ദേഹത്തിന് ജയിലിലടച്ചത്? ഉത്തരം US-ൻ്റെ ലക്ഷക്കണക്കിന് അതിസുരക്ഷാ രേഖകൾ 2010 മുതൽ വിക്കിലീക്സിലൂടെ പ്രസിദ്ധീകരിച്ചതിൻ്റെ പേരിലാണ്.
അതായത് ഒന്നുകൂടി ചോദ്യം റിപ്പീറ്റ് ചെയ്യാം. US-ഉമായുള്ള കുറ്റസമ്മത കരാറിൻ്റെ അടിസ്ഥാനത്തിൽ വിക്കിലീക്സിൻ്റെ സ്ഥാപകനായ ജൂലിയൻ അസാങ് 52 വയസ്സുകാരനാണ്. അദ്ദേഹം ജയിൽ മോചിതനായി. ഏത് കേസിലാണ് അദ്ദേഹത്തിനെ ജയിലിൽ അടച്ചത്? ഉത്തരം, US-ൻ്റെ ലക്ഷക്കണക്കിന് അതിസുരക്ഷാ രേഖകൾ 2010 മുതൽ അദ്ദേഹം വിക്കിലീക്സിലൂടെ പ്രസിദ്ധീകരിച്ചതിൻ്റെ പേരിലാണ്. 11ാമത്തെ ചോദ്യം, 2024 പെൻ പിൻഡർ സാഹിത്യ സമ്മാന ജേതാവ് ആരാണ്? 2024 പെൻ പിൻഡർ സാഹിത്യ സമ്മാന ജേതാവ് ആരാണ്? അരുന്ധതി റോയാണ്. അരുന്ധതി റോയാണ് 2024 പെൻ പിൻഡർ സാഹിത്യ സമ്മാന ജേതാവ്. 12ാമത്തെ ചോദ്യം, 2024 ജൂൺ 23 യാത്രാ വിമാനത്തിൻ്റെ വലിപ്പമുള്ള ഏത് ചിഹ്നഗ്രഹമാണ് ഭൂമിയിൽ നിന്ന് 56 ലക്ഷം കിലോമീറ്റർ അകലെ കൂടി കടന്നുപോയത്? 2024 ജൂൺ 23 യാത്രാ വിമാനത്തിൻ്റെ വലിപ്പമുള്ള ഏത് ചിഹ്നഗ്രഹമാണ് ഭൂമിയിൽ നിന്ന് 56 ലക്ഷം കിലോമീറ്റർ അകലെ കൂടി കടന്നുപോയത് എന്ന് ചോദിച്ചാൽ 2024 KNI ആണ്. 2024 KNI. 13ാമത്തെ ചോദ്യം, ലോകത്ത് എത്ര ജീവജാലങ്ങൾ വംശനാശ ഭീഷണിയിൽ ആണെന്നാണ് പരിസ്ഥിതി സംരക്ഷണ സംഘടനയായ ഇന്റർനാഷണൽ യൂണിയൻ ഫോർ കൺസർവേഷൻ ഓഫ് നാച്ചറിൻ്റെ, അതായത് IUCNൻ്റെ റിപ്പോർട്ട്? 45,300-ൽ ഏറെ. 45,300-ൽ ഏറെ ജീവജാലങ്ങൾ വംശനാശ ഭീഷണിയിലാണെന്നാണ് IUCN റിപ്പോർട്ട്. 14ാമത്തെ ചോദ്യം, ഇന്ത്യയുടെ പുതിയ വിദേശകാര്യ സെക്രട്ടറി ആരാണ്? ഇന്ത്യയുടെ പുതിയ വിദേശകാര്യ സെക്രട്ടറി വിക്രം മിശ്രിയാണ്. വിക്രം മിശ്രിയാണ് ഇന്ത്യയുടെ പുതിയ വിദേശകാര്യ സെക്രട്ടറി. 15ാമത്തെ ചോദ്യം, യൂറോപ്യൻ കമ്മീഷന്റെ അധ്യക്ഷയായി പുനർനിയമനം ലഭിച്ചത് ആർക്കാണ്? യൂറോപ്യൻ കമ്മീഷന്റെ അധ്യക്ഷയായി പുനർനിയമനം ലഭിച്ചത് ആർക്കാണ്? ഉത്തരം, ഉർസുല ഫൊണ്ടർ ലെയ്ൻ. ഉർസുല ഫൊണ്ടർ ലെയ്ൻ. 65 വയസ്സാണ്. ജർമ്മൻ സ്വദേശിയാണ്. അപ്പോൾ നമ്മൾ 15 കറണ്ട് അഫെയർ ചോദ്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്തത്. അപ്പോൾ ഇത് അത്രയേറെ സാധ്യതയുള്ള ചോദ്യങ്ങളാണ്. നമ്മൾ റെഫർ ചെയ്തതിൽ സെലക്റ്റഡ് ആയിട്ട് തിരഞ്ഞെടുത്ത ചോദ്യങ്ങളാണ്. അപ്പോൾ എല്ലാവരും ഈ ഒരു ചോദ്യങ്ങളും ഉത്തരങ്ങളും നന്നായിട്ട് തറവെക്കുക. അതുപോലെ എല്ലാവരും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.